കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ ശൈലജയ്ക്കെതിരെ ഒരു കാഫിർ പരാമർശം ഉയർന്നിരുന്നു. അതിൽ പ്രതിക്കൂട്ടിലായത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ. മുസ്ലിം ലീഗിന്റെ സൈബർ ആക്രമണം അതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പക്ഷേ കോൺഗ്രസും UDF-ഉം ഒട്ടും തയ്യാറായതുമില്ല. അവർ തിരിച്ചു പ്രതിരോധിച്ചു. അങ്ങനെ അതൊരു വലിയ വിവാദമായി അവസാനിച്ചു. ശൈലജ ടീച്ചർ പൊതു വാർത്താ സമ്മേളന വേദിയിൽ പൊട്ടിക്കരഞ്ഞത് മാത്രം അവശേഷിച്ചു. തൊട്ടു പിന്നാലെ ഇതാ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായ കായംകുളം മണ്ഡലത്തിലെ UDF കൺവീനറായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദിന്റെ ഒരു പറയപ്പെടുന്ന ലൈംഗിക അധിക്ഷേപം അതാണ് ഇപ്പോൾ വിവാദമായത്. അതിന് പിന്നാലെ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരായ ലൈംഗിക അധിക്ഷേപം അതും ചർച്ചയാകുകയാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ രൂക്ഷമായ ലൈംഗിക അധിക്ഷേപ കമന്റുകളാണ് തഹ്ലിയയുടെ പോസ്റ്റുകൾക്ക് താഴെയിടാൻ ഇടത് അനുകൂല സൈബർ പ്രൊഫൈലുകൾ ഇറങ്ങിത്തിരിച്ചത്. ഹരിത വിവാദ കാലത്തെ വിഷയങ്ങൾ ഉയർത്തിയാണിത് അധിക്ഷേപം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഹരിത ബാബുവിനെതിരെ പോലും ഹീനമായ സൈബർ ബുള്ളിംഗ് നടന്നിരുന്നുവെന്ന് LDF ഹാൻഡുകൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പശുക്കളെ വളർത്തിയും പാല് വിറ്റും ഉപജീവനം നടത്തിയിരുന്ന തന്റെ തൊഴിലിനെ പരിഹസിച്ചും സ്ത്രീത്വത്തെ അശ്ലീലം പറഞ്ഞുമൊക്കെ അപമാനിച്ചുകൊണ്ടുള്ള ഇടത് ഹാൻഡിലുകളുടെ ആ ഒരു ബുള്ളിങ് കാരണം ഏറെ വിഷമമാണ് അന്ന് ആ പെൺകുട്ടിക്കുണ്ടായത്. LDF ആയാലും UDF ആയാലും ND ആയാലും സ്ത്രീത്വമെന്നും സ്ത്രീത്വം തന്നെയാണ്. അതിന് വില നൽകാത്തവർ, മാനം നൽകാത്തവർ, മാനിക്കാത്തവർ രാഷ്ട്രീയത്തിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത്. തനിക്കെതിരെ കായംകുളത്തെ ലീഗ് നേതാവ് ഇർഷാദ് നടത്തിയ അധിക്ഷേപകരവും സ്ത്രീവിരുദ്ധവുമായ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രതിഭ വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രതിഭ ഹരിത ബാബുവിന്റെ അവസ്ഥയും ഒന്ന് ഓർക്കണം. രണ്ടിനെയും തുലനം ചെയ്യുകയല്ല, പക്ഷേ രണ്ട് സ്ത്രീകളാണ്. സംഭവം വിവാദമായതോടെ പരാമർശം നടത്തിയ UDF നേതാവ് ഇർഷാദിനെ സംഭവത്തിൽ ഖേദപ്രകടനം നടത്തി. പക്ഷേ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഇർഷാദ് പറഞ്ഞത്. നിർവ്യാജം ഖേദിക്കുന്നതായും പ്രസംഗം പൂർണ്ണമായി കേൾക്കണമെന്നും ഒരു ഭാഗം മാത്രം അടർത്തിമാറ്റി പ്രേരിപ്പിച്ചാണ് വിവാദത്തിന് കാരണമെന്നും ഒക്കെ ഇർഷാദ് വിശദീകരിച്ചു. എന്നാൽ തനിക്കത് വലിയ വേദന ഉണ്ടാക്കിയതായും ഖേദപ്രകടനം അംഗീകരിക്കുന്നില്ലെന്നുമായിരുന്നു പ്രതിഭയുടെ പ്രതികരണം. ഒരു സ്ത്രീയോടും പറയാൻ പാടില്ലാത്തതാണ് ലീഗ് നേതാവ് പറഞ്ഞതെന്ന് പ്രതിഭ പ്രതികരിക്കുന്നു. ആ വാക്കുകൾ ഞെട്ടലുണ്ടാക്കി, തന്റെ ശരീരഭാഷ പോലും മോശമാക്കിയാണ് പറഞ്ഞത്. DCC പ്രസിഡന്റ് അടക്കം അത് കേട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും സ്ത്രീകളോട് ഇത്തരത്തിലാണ് സമീപനമെങ്കിൽ ഇനി അങ്ങോട്ട് എന്താകുമെന്നും പ്രതിഭ ചോദിക്കുന്നു. അതിന് ലീഗിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടായ കാര്യം പ്രതിഭ അറിഞ്ഞോ ഇല്ലയെന്നറിയില്ല. ഇർഷാദിനെ പാർട്ടി അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു. ഇനി പേരാമ്പ്രയിലേക്ക് പോകാം. പ്രതിഭയ്ക്കെതിരെ നടന്നതിനേക്കാൾ അതിഹീനമായ അധിക്ഷേപമാണ് തഹ്ലിയക്കെതിരെ നടക്കുന്നതെന്ന് യൂത്ത് ലീഗ് നേതാവ് നസ്മ തബ്ഷീറ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. പെണ്ണായാൽ തോന്നുന്നത് പോലെ പറയാമെന്നും രാഷ്ട്രീയം, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഒക്കെ എപ്പോഴും ചോദ്യമുന്നിൽ നിർത്താമെന്നൊക്കെ ചിലർ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ധാരണയാണ് അശ്ലീലം. തഹ്ലിയക്കെതിരാകുമ്പോൾ അത് കാണാതിരിക്കുന്നതും ഒന്നുകൂടി കടന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നവർ ഒരു ഇടതുപക്ഷ MLA-ക്കെതിരാകുമ്പോൾ ക്ഷുഭിതരാകുന്നത് സ്ത്രീയോടുള്ള ബഹുമാനമല്ല, അവസരവാദമാണ്, രാഷ്ട്രീയ കെട്ട നിലപാടുകളാണെന്നും ലീഗിലെ വനിതാ നേതാക്കൾ പറയുന്നു. അവസരവാദം കൊണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമം അവസാനിക്കില്ല. ആത്മാർത്ഥതയില്ലാത്ത ഐക്യദാർഢ്യം കൊണ്ട് പ്രബുദ്ധരായ സ്ത്രീകളെ പറ്റിക്കാമെന്ന് കരുതരുതെന്നുമൊക്കെ നസ്മ പറയുന്നു. തഹ്ലിയയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി പ്രതിഭയ്ക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് തെറ്റു തന്നെയാണ്. അതിന് തൊട്ടു പിന്നാലെ ഇർഷാദിനെ ലീഗ് സംസ്ഥാന നേതൃത്വം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് പുറത്താക്കിയത്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇനി ഹരിത ബാബുവിലേക്ക് തിരിച്ചു വരാം. ഹരിത ബാബുവിന്റെ പഴയൊരു പരാതിയാണ്. സ്ത്രീകൾക്കെതിരെ അധിക്ഷേപത്തിൽ ഇടതുപക്ഷത്തിൽ ഇരട്ടത്താപ്പെന്ന് ആരോപിച്ചാണ് കായംകുളത്തെ മുൻ UDF സ്ഥാനാർത്ഥി ഹരിത ബാബു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്കെതിരായ അന്നത്തെ സൈബർ അധിക്ഷേപത്തിൽ നേരിട്ട് പരാതി നൽകിയിട്ട് മൗനം പാലിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോൾ ഇത് അസ്തിത്വത്തെക്കുറിച്ച് വാചാലനാകുന്നതെന്നും ഹരിത പറയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പശുക്കളെ വളർത്തിയും പാല് വിറ്റും ഉപജീവനം നടത്തുന്ന തന്റെ തൊഴിലിനെ പരിഹസിച്ചും അശ്ലീല ചുവയുള്ള കമന്റുകളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചും സൈബർ വെട്ടുക്കിളികൾ വേട്ടാടിയപ്പോൾ ഇന്നത്തെ സ്ത്രീപക്ഷ സംരക്ഷകർ എവിടെയായിരുന്നു, സർക്കാർ എവിടെയായിരുന്നു എന്നും ഹരിത ചോദിക്കുന്നു. അപ്പോൾ കെ ശൈലജ, ഹരിത ബാബു, പ്രതിഭ, പിന്നെ ഫാത്തിമ തഹ്ലിയ
പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഇതിൽ അവസാനിക്കുമോ? സൈബർ വെട്ടുക്കിളികൾ ഇറക്കി വിടുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഏത് കക്ഷിയിൽപ്പെട്ട ഒരു സ്ത്രീ ആയാലും രാഷ്ട്രീയ പ്രവർത്തകയായാലും അവരെ അധിക്ഷേപിക്കുന്നതും അശ്ലീല ചുവയോടെ പറയുന്നതും അവരുടെ ശരീരഭാഷ വികലമായി ചിത്രീകരിക്കുന്നതും വക്രീകരിക്കുന്നതും ഒക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. അത്തരം മാനസിക വൈകല്യമുള്ളവർ രാഷ്ട്രീയത്തിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത്.